എല്ലാവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ മോഡൽ റൊട്ടേഷണൽ ചാർട്ടിനെ അടിസ്ഥാനമാക്കി ചെയ്യുന്ന നിയമന സാധ്യതകളാണ്. നമ്മുടെ മെയിൻ ലിസ്റ്റിലെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മൾ തയ്യാറാക്കിയ ഒരു ഡെമോ റൊട്ടേഷണൽ ചാർട്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ മോഡൽ റൊട്ടേഷണൽ ചാർട്ടിൽ NCA TPO ഒക്കെ വരുമ്പോൾ റൊട്ടേഷണൽ ചാർട്ടിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും, എന്നാൽ വലിയൊരു മാറ്റം വരാനും സാധ്യതയില്ല. ഈ ഒരു നിയമന സാധ്യത പരിശോധിക്കുന്നതിലൂടെ മൊത്തത്തിൽ ഏകദേശം എത്ര ഒഴിവുകൾ വരണം, നമ്മുടെ ഓരോരുത്തരുടെയും ഏകദേശ റാങ്ക് എത്താൻ എന്നത് ഈ ഒരു നിയമന സാധ്യത പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ഈ വർഷത്തെ ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു റാങ്ക് ലിസ്റ്റാണ്. കഴിഞ്ഞ വർഷത്തെ ഓഫീസ് അറ്റൻഡൻറ്റ് റാങ്ക് ലിസ്റ്റിൽ 886 പേരായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ 1582 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1386 പേരും ഭിന്നശേഷി പട്ടികയിൽ 61 പേരടക്കം ടോട്ടൽ 3029 പേരുടെ റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്ന ഡേറ്റ് 29/8/2025 കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ 886 പേരായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞുവല്ലോ. ഇതിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 4/3/2024 അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റ് വന്നതിന് ശേഷം ഒരു 1.5 വർഷം കൊണ്ട് തന്നെ ലിസ്റ്റ് എക്സോസ്റ്റ് ആവുകയും ലിസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും ജോലി ലഭിക്കുകയും ചെയ്തതുകൊണ്ടായിരിക്കാം ഈ വർഷത്തെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാളും ഡബിളായിട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ റാങ്ക് ലിസ്റ്റിൻ്റെ 3 രീതിയിലുള്ള നിയമന സാധ്യതകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഒരു മോശം രീതിയിലുള്ള നിയമനമാണ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഉണ്ടാവുന്നതെങ്കിൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ പരിശോധിക്കുന്നത്. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഒരു 1500 ഒഴിവുകൾ വന്നാൽ നമ്മൾ തയ്യാറാക്കിയ ഡെമോ റൊട്ടേഷൻ ചാർട്ട് പ്രകാരം ആർക്കൊക്കെയാണ് സാധ്യത എന്നുള്ളതാണ് രണ്ടാമത്തേതായി നമ്മൾ പരിശോധിക്കുന്നത്. മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും നിയമനം ലഭിക്കണമെങ്കിൽ മെയിൻ ലിസ്റ്റിൽ 1582 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ 1582 പേർക്കും നിയമനം ലഭിക്കണമെങ്കിൽ 1924 ഒഴിവുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അങ്ങനെ 1924 ഒഴിവുകൾ വന്നാൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതും നമ്മുടെ സപ്ലി ലിസ്റ്റിൽ നിന്ന് ഏതൊക്കെ കാറ്റഗറിക്കാരാണ് ഉൾപ്പെടുക എന്നുള്ളതൊക്കെയാണ് മൂന്നാമതായി നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ പരിശോധിക്കുന്നത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരു മോശം രീതിയിലുള്ള നിയമനം നടത്താം 890 ഒഴിവുകൾ വന്നാൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ നമ്മുടെ ഡെമോ റൊട്ടേഷൻ ചാർട്ട് പ്രകാരമുള്ള ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 713ാമത്തെ ആളാണ് പോകുന്നത്. EBT 714 വരെയുള്ള റാങ്കുകാരും മുസ്ലിം 849 വരെയുള്ള ആളുകൾ, OBC 727 റാങ്ക് വരെ, വിശ്വകർമ്മ 842 റാങ്ക്, EWS 728 റാങ്ക്, LC സപ്ലി 18 റാങ്ക്, ഹിന്ദു നാടാർ 687 റാങ്ക്, SC 24 റാങ്ക്, ST 5 റാങ്ക്, SCയും ST ഒക്കെ പോയിരിക്കുന്നത് സപ്ലി ലിസ്റ്റിൽ നിന്നാണ്. ധീവര 1363 റാങ്ക്, SCC സപ്ലി ലിസ്റ്റിൽ നിന്നാണ് 7 റാങ്ക്, SIUC നാടാർ 744 മെയിൻ ലിസ്റ്റിൽ നിന്നാണ്. ഇനി ഭിന്നശേഷി കാര്യത്തിൽ ഡിഫറൻ്റ്ലി ഏബിൾ LV സപ്ലി ലിസ്റ്റ് 8, ഡിഫറൻ്റ്ലി ഏബിൾ LD സപ്ലി ലിസ്റ്റ് 7, ഡിഫറൻ്റ്ലി ഏബിൾ HI സപ്ലി ലിസ്റ്റ് 9, ഡിഫറൻ്റ്ലി ഏബിൾ M സപ്ലി ലിസ്റ്റ് 12. ഒരു മോശം രീതിയിലുള്ള നിയമനം നടന്നാലുള്ള കാര്യമാണ് ഫസ്റ്റത്തെ സാധ്യതയായിട്ട് പറയുന്നത്. അടുത്തത് ഒരു 1500 ഒഴിവുകൾ വന്നാൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളത് നമുക്ക് നോക്കാം. ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 1224 റാങ്ക് മെയിൻ ലിസ്റ്റ്, EBT 1220 മെയിൻ ലിസ്റ്റ്, മുസ്ലിം 1482 മെയിൻ ലിസ്റ്റ്, OBC 1222 മെയിൻ ലിസ്റ്റ്, വിശ്വകർമ്മ 1255 മെയിൻ ലിസ്റ്റ്, EWS 1252 മെയിൻ ലിസ്റ്റ്, LC 43 സപ്ലി ലിസ്റ്റാണ്. ഹിന്ദു നാടാറും സപ്ലി ലിസ്റ്റിൽ നിന്നാണ് 1 റാങ്ക്, SC 71 റാങ്ക് സപ്ലി ലിസ്റ്റ്, ST സപ്ലി ലിസ്റ്റ് 28 റാങ്ക്, ധീവര സപ്ലി ലിസ്റ്റ് 2 റാങ്ക്, SCC സപ്ലി ലിസ്റ്റ് 13 റാങ്ക്, SIUC നാടാർ 1177 മെയിൻ ലിസ്റ്റ്. ഭിന്നശേഷി പട്ടികയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾ LV സപ്ലി 14, ഡിഫറൻ്റ്ലി ഏബിൾ LD സപ്ലി 12, ഡിഫറൻ്റ്ലി ഏബിൾ HI സപ്ലി 13, ഡിഫറൻ്റ്ലി ഏബിൾ M സപ്ലി 17. ഒരു 1500 ഒഴിവുകൾ വരുമ്പോഴേക്ക് തന്നെ സപ്ലി ലിസ്റ്റിൽ നിന്നാണ് മിക്ക റിസർവേഷൻ കാറ്റഗറിക്കാരും പോയിരിക്കുന്നത്. അതുകൊണ്ട് സപ്ലി ലിസ്റ്റിലാണെന്ന് കരുതി പ്രതീക്ഷയില്ലാതിരിക്കുന്നവർക്കെല്ലാം ഇതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അടുത്തതായി മെയിൻ ലിസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും 1582 പേർക്കും ജോലി ലഭിക്കണമെങ്കിൽ 1924 ഒഴിവുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നാൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 1581 റാങ്കും EBT 1578 ഇത് രണ്ടും പോയിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ നിന്നാണ്. മുസ്ലിം സപ്ലി ലിസ്റ്റിൽ നിന്നാണ് 45 റാങ്ക്, OBC സപ്ലി ലിസ്റ്റ് 1 റാങ്ക്, വിശ്വകർമ്മ സപ്ലി ലിസ്റ്റ് 5 റാങ്ക്, EWS സപ്ലി ലിസ്റ്റ് 4 റാങ്ക്, LC സപ്ലി ലിസ്റ്റ് 59 റാങ്ക്, ഹിന്ദു നാടാർ സപ്ലി ലിസ്റ്റ് 5 റാങ്ക്, SC സപ്ലി ലിസ്റ്റ് 104 റാങ്ക്, ST സപ്ലി ലിസ്റ്റ് 30
37 റാങ്ക്. ധീവര സപ്ലി ലിസ്റ്റ് 6 റാങ്ക്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓപ്പൺ കാറ്റഗറി EBT കഴിഞ്ഞ് പിന്നെ വരുന്നതെല്ലാം സപ്ലി ലിസ്റ്റിൽ നിന്നാണ് പോയിട്ടുള്ളത്. അപ്പോൾ സപ്ലി ലിസ്റ്റുകാർ അവരുടെ പ്രതീക്ഷ കൈവിടാതെ ഇരിക്കുക. SCC സപ്ലി ലിസ്റ്റ് 17 റാങ്ക്. SAUC നാട സപ്ലി ലിസ്റ്റ് 2 റാങ്ക്. ഇനി ഭിന്നശേഷി പട്ടികയ്ക്ക് വന്നാൽ ഡിഫറൻ്റ്ലി ഏബിൾ LB സപ്ലി 14, ഡിഫറൻ്റ്ലി ഏബിൾ LD സപ്ലി 13, ഡിഫറൻ്റ്ലി ഏബിൾ HI സപ്ലി 13, ഡിഫറൻ്റ്ലി ഏബിൾ M സപ്ലി 17. കഴിഞ്ഞ വർഷത്തെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് പെട്ടെന്ന് തീർന്നു പോയത് കൊണ്ട് തന്നെ അതിനുശേഷമുള്ള എല്ലാ ഒഴിവുകളും ലഭിക്കുക ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണ്. കൂടാതെ നല്ല രീതിയിൽ NJD ലഭിക്കുന്ന ഒരു തസ്തിക കൂടിയാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്